ഇവർ വിവാഹിതരായാൽ സീരിയലിന്റെ നാളെ മുതലുള്ള വരാൻ പോകുന്ന എപ്പിസോഡ്സിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കാം. ഇതിന്റെ ഒറിജിനൽ കന്നഡ കഥയിൽ നിന്ന് റെഫർ ചെയ്തുകൊണ്ടുള്ള ഒരു പ്രഡിക്ഷൻ ആണ് ഞാൻ പറയുന്നത് കേട്ടോ. അങ്ങനെ ഭൂമിയുടെ അച്ഛൻ കൊല്ലപ്പെടുന്നു. അങ്ങനെ ആ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ഭൂമി സിസ്റ്ററെ കാണാൻ പോയിരുന്നല്ലോ, അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ വീട്ടിലെത്തിയ ഭൂമി കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ഭൂമി വിളിച്ചു വരുത്തിയ ഗസ്റ്റുകളെല്ലാം വീട്ടിലെത്തിയിട്ടുണ്ട്. പക്ഷെ എല്ലാവരുടെ മുഖത്തും ഒരു ടെൻഷൻ ഉണ്ട്. മാത്രമല്ല അജയ് ഭൂമിയുടെ വീടിന്റെ വാതിൽ ചവിട്ടി പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എന്താ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഒന്നും മനസ്സിലാവാത്ത ഭൂമി ഇങ്ങനെ കൺഫ്യൂഷനിൽ ഇറങ്ങി വരികയാണ് വണ്ടിയിൽ നിന്ന്. അങ്ങനെ സംഗീതയും സൗഭാഗ്യ മുത്തശ്ശിയൊക്കെ ഭൂമിയോട് പറയുന്നുണ്ട്, അത് മോളെ വീടിനകത്ത് നിന്ന് ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിരുന്നു, ഡോറ് തട്ടിയിട്ട് ആരും തുറക്കുന്നുമില്ല, അതാ അജയ് തുറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ തുറക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭൂമി വന്നിട്ട് അച്ഛാ അമ്മേ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ആരും ഡോറ് തുറക്കുന്നില്ല. അങ്ങനെ കുറേ നേരം ചവിട്ടിയ ശേഷം നമ്മുടെ അജയ് ഡോറ് തുറക്കുകയാണ് കേട്ടോ. അങ്ങനെ ഡോറ് തുറന്ന് അജയും അജയുടെ കൂടെ വന്ന പോലീസുകാരൊക്കെ അകത്തേക്ക് പോയി നോക്കുന്നുണ്ട്. കൂടെ ഭൂമിയും മാറ് എന്നൊക്കെ പറഞ്ഞ് വന്ന് നോക്കുന്നുണ്ട്. അങ്ങനെ അകത്തെ കാഴ്ച കണ്ട് ഇവരെല്ലാവരും ഇങ്ങനെ ഞെട്ടി അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ് കേട്ടോ. ഭൂമിയുടെ അച്ഛൻ അവിടെ മരിച്ചു കിടക്കുന്നു, ഇപ്പുറത്തെ അമ്മ കത്തിയും പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഈ ഒരു കാഴ്ച കണ്ടിട്ട് അജയ്ക്ക് വിശ്വസിക്കാനാവുന്നില്ല. അങ്ങനെ അജയ് ആ ഡെഡ് ബോഡിയെ നോക്കുന്നു, അമ്മയെ നോക്കുന്നു, ഇങ്ങനെ മാറി മാറി നോക്കി അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. അങ്ങനെ അച്ഛൻ മരിച്ചു കിടക്കുന്നത് കണ്ട ഉടനെ നമ്മുടെ ഭൂമിക്ക് അതൊന്നും താങ്ങാനാവുന്നില്ല കേട്ടോ. അങ്ങനെ ഭൂമി അച്ഛാന്ന് പറഞ്ഞ് കരഞ്ഞ് ഓടിപ്പോയി കെട്ടിപ്പിടിച്ച് അച്ഛന്റെ ബോഡിയെ കെട്ടിപ്പിടിച്ച് കരയാണ്. അപ്പൊ ഈ സീനൊക്കെ ഒരു സ്ലോ മോഷനിൽ ഇങ്ങനെ കാണിക്കാൻ കേട്ടോ. ഭൂമി കുറെ നേരം അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. അജയ് ഇതൊന്നും വിശ്വസിക്കാനാവാതെ ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. കൂടെ അജയ് കൊണ്ടുവന്ന പോലീസുകാരുണ്ട്, സത്യദാസ് ഉണ്ട്. ഇതൊന്നും ഇവർ പ്രതീക്ഷിച്ചതല്ലല്ലോ. അപ്പൊ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ ഈ അജയും അജയുടെ കൂടെ വന്ന പോലീസുകാരും സത്യദാസും ഇവരെല്ലാവരും കൂടെ സംസാരിക്കുകയാണ് കേട്ടോ. അജയ് ഇങ്ങനെ സത്യദാസിനോട് ചോദിക്കുകയാണ്, വല്യമാവ അത് ഇപ്പോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചോദിക്കുമ്പോൾ സത്യദാസ് പറയുന്നുണ്ട്, പ്രൊസീജിയർ ഒന്നും നിനക്ക് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അജയ് ശരി അമ്മ വാ എന്നൊക്കെ പറഞ്ഞ് കൂടെ വന്ന പോലീസുകാരോട് അംബികയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ പറയാണ്, എല്ലാം റെഡിയാക്കാൻ പറയാണ്. അങ്ങനെ അവർക്കാണെങ്കിൽ ഭൂമിയെ കാണുമ്പോൾ വല്ലാത്ത സങ്കടമുണ്ട്. കുറേ നാളായിട്ടുള്ള പരിചയമാണല്ലോ. പക്ഷേ ഈ അജയ് പറയുമ്പോൾ അവർക്ക് വേറെ ഒന്നും ചെയ്യാനും പറ്റില്ല. അങ്ങനെ അവർ കൈവിലങ്ങൊക്കെ എടുത്തുകൊണ്ട് വരുന്നു. അംബികയെ അറസ്റ്റ് ചെയ്ത് ജീപ്പിൽ കയറ്റി കൊണ്ടുപോവുകയൊക്കെ ചെയ്യാണ്. അങ്ങനെ അത്ര നേരം അച്ഛനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരുന്ന ഭൂമി പെട്ടെന്ന് ഇവർ വന്ന് അംബികയെ കൊണ്ടുപോകുന്നതൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് എണീറ്റ്, അമ്മേ എന്ത് പറ്റി സാർ, എന്താ സാർ അമ്മയെ കൊണ്ടുപോകുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അജയ് പറയാണ്, ഇപ്പോൾ ഭൂമിയുടെ അമ്മയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുക അല്ലാതെ വേറെ ഒന്നും ഞങ്ങൾക്ക് ചെയ്യാനില്ല, പ്ലീസ് കോപ്പറേറ്റ് എന്നൊക്കെ പറഞ്ഞ് അംബികയെ അറസ്റ്റ് ചെയ്ത് വണ്ടി കയറ്റി കൊണ്ടുപോവാണ്. അങ്ങനെ അമ്മയെ എന്ന് വിളിച്ചുകൊണ്ട് ഭൂമി പിന്നാലെ ഓടുന്നുണ്ട്. അങ്ങനെ സത്യദാസ് പോയി ഭൂമിയെ തടയാണ്. മോള് വിഷമിക്കരുത്, അമ്മയെ ക്വസ്റ്റ്യൻ ചെയ്യാനാ കൊണ്ടുപോകുന്നത്, അതൊക്കെ കഴിയട്ടെ എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം എന്നൊക്കെ പറഞ്ഞ് സത്യദാസ് ഭൂമിയെ സമാധാനിപ്പിച്ച് അവിടെ നിർത്തുകയാണ് കേട്ടോ. അങ്ങനെ അജയ് അംബികയെ കൂട്ടിക്കൊണ്ട് പോകുന്നു. അതേസമയം ഇവിടെ സത്യദാസ് ഭൂമിയെ സമാധാനിപ്പിച്ച് ഇരുത്തി ഭൂമിയോട് സംസാരിക്കുകയാണ്. ആദ്യം നമുക്ക് അച്ഛനെ പോസ്റ്റ്മോർട്ടം ചെയ്യാനുണ്ട്, പിന്നെ അമ്മയെ ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്, അതൊക്കെ കഴിഞ്ഞ് എന്താ സംഭവിച്ചതെന്ന് നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഭൂമി വീണ്ടും സത്യദാസിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ അമ്മ ഒരിക്കലും എൻ്റെ അച്ഛനെ കൊല്ലില്ല സാർ, അമ്മയ്ക്ക് എൻ്റെ അച്ഛനെ കൊല്ലാൻ കഴിയില്ല, എൻ്റെ അച്ഛനെ അമ്മയ്ക്ക് അത്രയ്ക്ക് ജീവനായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് ഭൂമി. അങ്ങനെ സത്യദാസ് ഭൂമിയോട് പറയാണ്, നമുക്ക് കണ്ടുപിടിക്കാം മോളെ എന്താ ഉണ്ടായതെന്ന്, നമുക്ക് അമ്മയെ ക്വസ്റ്റ്യൻ ചെയ്ത് അച്ഛനെ പോസ്റ്റ്മോർട്ടം ചെയ്ത ശേഷം നമുക്ക് കണ്ടുപിടിക്കാം, സത്യം കണ്ടെത്താൻ എന്തായാലും ഞാൻ മോളുടെ കൂടെ ഉണ്ടാവും, ഞങ്ങളൊക്കെ ഇല്ലേ, മോൾ എന്തിനാ വിഷമിക്കുന്നത്, മോള് തനിച്ചല്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. എന്നാലും ഭൂമി കൺവിൻസ് ആവുന്നില്ല കേട്ടോ. അങ്ങനെ രാത്രി ആവുന്നത് പോലെ ഭൂമി ഇങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതേ സമയം അവിടെ ആ ഗുണ്ട ഭവാനിയോട് പോയി എല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്, നൈസായിട്ട് ഞാൻ അയാളെ തീർത്തിട്ടുണ്ട്, എന്നിട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നു, ഇപ്പോൾ സംശയം മുഴുവൻ അയാളുടെ ഭാര്യയുടെ മേലാണ്, അവരെ പോലീസുകാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഭവാനി ഇയാളോട് ചൂടാവുകയാണ് കേട്ടോ. തന്നോട് ഞാൻ എന്താ ചെയ്യാൻ പറഞ്ഞത്, താൻ എന്താ ചെയ്തിരിക്കുന്നത്, നമ്മുടെ മെയിൻ ടാർഗറ്റ് ആരായിരുന്നു, ആ ഭൂമിയല്ലേ, അല്ലാതെ അച്യുതനല്ലല്ലോ, അവിടെ ആയിരുന്നു ആദ്യം തീർക്കേണ്ടത്, അവളെ ജീവനോടെ വെച്ചിട്ട് ഇപ്പൊ അച്യുതനെ മാത്രം കൊന്നിട്ട് വന്നിട്ട് എന്താ കാര്യം എന്നൊക്കെ പറഞ്ഞ് ഭവാനി ചോദിക്കുമ്പോൾ ഈ ഗുണ്ട പറയാണ്, അല്ല മാഡം, സത്യദാസിന്റെ മോളാണ് ഭൂമി എന്നുള്ള സത്യം ആകെ മാഡത്തിനും അച്യുതനും മാത്രമല്ലേ അറിയുള്ളൂ, ഇപ്പൊ അച്യുതൻ കൊല്ലപ്പെട്ടില്ലേ, ഇനിയിപ്പോ ആ സത്യം എങ്ങനെ പുറത്തു വരാനാ, ആ സത്യം പുറത്തു വരാതിരുന്നാ പോരെ മാഡത്തിന് എന്നൊക്കെ പറഞ്ഞ് ഇയാൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഭവാനി പറയാണ്, അത് വിചാരിച്ച ഞാനും ആശ്വസിക്കുന്നത്, പക്ഷെ അങ്ങനെ അങ്ങ് അയാളെ വിശ്വസിക്കാനൊന്നും പറ്റില്ല, മരിക്കുന്നതിന് മുമ്പ് അയാൾ ആ സത്യം വേറെ ആരോടെങ്കിലും കൈമാറിയിട്ടുണ്ടാവും, അത് ഉറപ്പാ എന്നൊക്കെ പറയാണ് ഭവാനി ആ ഗുണ്ടയോട്. അത് കഴിഞ്ഞ ശേഷം ഭവാനി നേരെ ഭൂമിയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. ഭൂമി അവിടെ എന്താ ചെയ്യുന്നതെന്ന് നോക്കാൻ പോവാണ്. അപ്പൊ അവിടെ ഒരു സ്ഥലത്ത് ഒളിച്ചു നിന്ന് ഭൂമിയുടെ വീട്ടിലേക്ക് ഇങ്ങനെ എത്തി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ രാത്രിയായിട്ട് നമ്മുടെ സത്യദാസ് മാത്രം ഭൂമിയെ വിട്ട് പോയിട്ടില്ല കേട്ടോ. വന്ന ഗസ്റ്റുകൾ എല്ലാവരും തിരിച്ചു പോയിട്ടുണ്ട്. ഭൂമിയെ തനിച്ചാക്കി പോകാൻ സത്യദാസിന് മനസ്സും വരുന്നില്ല. അങ്ങനെ അവിടെ ഇരുന്ന് ഭൂമിയെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യദാസ്. അങ്ങനെ ഭൂമി പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, എൻ്റെ അമ്മ അച്ഛനെ കൊല്ലില്ല, അമ്മ അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറയുന്നുണ്ട്, നമുക്കതെല്ലാം അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ മോൾക്ക് ഞാനില്ലേ എന്നൊക്കെ സത്യദാസും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ഭവാനി പറയാണ്, എന്തൊരു സ്നേഹം, മോളാണെന്ന്
മോളാണെന്ന് അറിഞ്ഞിട്ടില്ല. ഇപ്പം തന്നെ ഇയാൾക്ക് ഇത്ര സ്നേഹമാണെങ്കിൽ സ്വന്തം മോളാണെന്ന് അറിഞ്ഞാൽ ഇയാൾ എന്തുമാത്രം സ്നേഹിക്കും അവളെ. മോളാണ് അച്ഛനാണെന്നൊന്നും അറിയാതെ തന്നെ രണ്ടുപേരും ഒന്നായിക്കൊണ്ടിരിക്കുക അല്ലേ? സമ്മതിക്കില്ല, ഈ ഭവാനി സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ അച്ഛൻ്റെ ബോഡി കത്തിക്കണമല്ലോ, അങ്ങനെ കർമ്മങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അതിനായിട്ട് അമ്മ ഉറപ്പായിട്ട് കൂടെ വേണം. കാരണം അച്ഛന് ആകെയുള്ളത് 2 പേരാണ്, ഞാനും എൻ്റെ അമ്മയും. ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ, എൻ്റെ അമ്മ കൂടെ ഇല്ലാതെ അത് ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ് ഭൂമി സ്പെഷ്യൽ പെർമിഷൻ എടുക്കാൻ പോവാണ് അജയുടെ അടുത്ത്. അമ്മയെ ഒരു ദിവസത്തേക്ക് വിട്ടു തരണം, അച്ഛൻ്റെ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യാനാണ് എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ അജയ് ഭൂമിയോടുള്ള ഒരു ബന്ധത്തിൻ്റെ പേരിൽ അംബികയെ ഒരു ദിവസത്തേക്ക് വിട്ടു നൽകുന്നു. അങ്ങനെ അംബികയും ഭൂമിയും 2 പേരും കൂടെ ചേർന്ന് അച്ഛൻ്റെ ചിതയ്ക്ക് തീയൊക്കെ വെക്കുന്നു. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം അംബിക വീണ്ടും ജയിലിലേക്ക് പോവാണ്. അപ്പോൾ പോണ വഴിക്ക് അംബിക ഇങ്ങനെ ഭൂമിയെക്കുറിച്ച് കുറേ ആലോചിക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ മോൾ അനാഥയായല്ലോ, ഞാൻ ജയിലിലോ ആയി, അവളുടെ അച്ഛൻ പോവുകയും ചെയ്തു, എൻ്റെ മോൾ ഇനി തനിച്ച് കഴിയണമല്ലോ, അവളുടെ സ്വന്തം അച്ഛനെ ഏൽപ്പിക്കാന്ന് വെച്ചാൽ ആ സ്വന്തം അച്ഛൻ ആരാണെന്ന് പോലും മരിക്കുന്നത് വരെ അച്ചുവേട്ടൻ എന്നോട് പറഞ്ഞില്ലല്ലോ, ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ മോളെ ഞാൻ ആരെ ഏൽപ്പിക്കും എന്നൊക്കെ വിചാരിച്ച് അംബിക കുറേ ടെൻഷനായി കരയുന്നൊക്കെ ഉണ്ട്. അങ്ങനെ അജയ് സ്റ്റേഷനിലേക്ക് അംബികയെ കൂട്ടിക്കൊണ്ട് പോകുന്നു. അതിനുശേഷം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. കത്തിക്കുത്തേറ്റാണ് അച്യുതൻ മരിച്ചത് എന്നൊക്കെ തെളിയുന്നുണ്ട്. അങ്ങനെ എന്തായാലും കത്തി ഇവരുടെ വീട്ടിലെ കത്തിയാണ്, കത്തി പിടിച്ച് നിന്നുകൊണ്ടിരുന്ന ആള് അംബികയാണ്, കത്തിക്കുത്തേറ്റാണ് അച്യുതൻ മരിച്ചത്. അങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം തെളിവുകളെല്ലാം വെച്ച് നോക്കുമ്പോൾ എല്ലാം നമ്മുടെ അംബികയ്ക്ക് എതിരാണ്. അങ്ങനെ വേറെ വഴിയൊന്നുമില്ലാതെ അജയ് FIR ഒക്കെ റെഡിയാക്കി അംബികയെ ജയിലിലേക്ക് കൊണ്ടുപോവാണ്. അതിനു മുമ്പ് അംബികയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് കേട്ടോ അജയ്. അങ്ങനെ നടന്ന കാര്യങ്ങളൊക്കെ അംബിക പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പുറത്തുനിന്ന് ഒരു ഗുണ്ട വന്നിട്ട് ഇങ്ങനെ കത്തി കൊണ്ട് കുത്തിയതാണ്, എൻ്റെ കയ്യിൽ നിന്ന് കത്തി പിടിച്ചു വാങ്ങി അയാൾ അച്ചുവേട്ടനെ കുത്തി കൊല്ലുമായിരുന്നു, ആ കത്തി അച്ചുവേട്ടൻ്റെ ശരീരത്തിൽ നിന്ന് ഊരി മാറ്റിയതാണ് ഞാൻ എന്നുള്ള കാര്യങ്ങളൊക്കെ അംബിക അജയോട് പറയുന്നുണ്ട്. അങ്ങനെ അജയ്ക്ക് ചെറുതായിട്ട് ഇതൊക്കെ വിശ്വസിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ തെളിവുകളില്ലല്ലോ. അങ്ങനെ തൽക്കാലം അജയ് FIR ഒക്കെ റെഡിയാക്കി അംബിക ജയിലിലേക്ക് പറഞ്ഞയക്കുന്നു. എന്നാലും അജയുടെ ഉള്ളിൽ ഒരു സംശയം കിടക്കുകയാണ് കേട്ടോ. അംബിക ഇത്രയൊക്കെ നുണക്കഥ ഉണ്ടാക്കി പറയില്ലല്ലോ. അപ്പോൾ ചെറിയൊരു സംശയത്തോടു കൂടി അജയ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഭൂമി വീണ്ടും അജയെ കാണാൻ വരുന്നത്. എന്താന്ന് വെച്ചാൽ ഭൂമിയുടെ വീടിൻ്റെ പരിസരത്ത് നിന്ന്, അതായത് വീടിൻ്റെ പുറത്ത് നിന്ന് ഭൂമിക്ക് അച്ഛൻ്റെ ഫോൺ കിട്ടിയിട്ടുണ്ട്. ആ ഫോണിൽ നോക്കിയപ്പോൾ അച്യുതൻ ആ അവസാന നിമിഷത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ള സംഭവങ്ങൾ മുഴുവൻ വീഡിയോ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നാടകം ഇവർ റിഹേഴ്സൽ ചെയ്യുമ്പോൾ ആ നാടകം ഫോണിൽ ഷൂട്ട് ചെയ്ത് വെക്കാനായിട്ട് വീഡിയോ ഓൺ ആക്കി ജനലിൻ്റെ ഒരു സൈഡിൽ വെച്ചിരുന്നതാണ് അച്യുതൻ. ആ ഫോൺ കാണാതെയാണ് നമ്മുടെ ഭവാനിയുടെ ഗുണ്ട ഇവിടെ വന്ന് അച്യുതനെ കുത്തി വീഴ്ത്തുന്നത്. അങ്ങനെ ഇതെല്ലാ ദൃശ്യവും ആ ഫോണിൽ റെക്കോർഡായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് നമ്മുടെ ഭൂമിയുടെ കയ്യിൽ കിട്ടുന്നു. ഭൂമി ആ വീഡിയോ നോക്കി കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ട ശേഷം ഒട്ടും വൈകിക്കാതെ നേരെ അജയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്, പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് ഈ വീഡിയോ ഒക്കെ കാണിച്ചു കൊടുത്തിട്ട് പറയാണ്, സാർ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അമ്മ കുറ്റമൊന്നും ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ സാർ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. പുറത്തുനിന്ന് ആരോ വന്നതാണ്, മോഷ്ടിക്കാനോ മറ്റോ വന്നതായിരിക്കും, അയാളാണ് എൻ്റെ അച്ഛനെ കൊന്നത് എന്നൊക്കെ പറഞ്ഞ് ഭൂമി എല്ലാ കാര്യങ്ങളും ആ വീഡിയോ ഒക്കെ കാണിച്ചു കൊടുത്ത് പറയുമ്പോൾ അജയ്ക്ക് ഒന്നുകൂടെ ഒന്ന് ഉറപ്പാവുന്നുണ്ട് കേട്ടോ. പക്ഷെ എന്താന്ന് വെച്ചാൽ ഈ വന്നയാൾ ആരാണെന്ന് കണ്ടുപിടിക്കണം, അയാൾ എന്തിനാണ് അച്യുതനെ കൊലപ്പെടുത്തിയതെന്നും കണ്ടുപിടിക്കണം. അല്ലാതെ ഈ വീഡിയോ മാത്രം കാണിച്ചതുകൊണ്ട് ആരും ഒന്നും വിശ്വസിക്കാൻ പോകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഇങ്ങനെ വീട്ടിൽ കയറി വന്ന് കത്തി കൊണ്ട് കുത്തി കൊല്ലാനായിട്ട് അച്യുതന് ആരും തന്നെ ശത്രുക്കളായിട്ട് ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ആ വീട്ടിൽ നിന്ന് ഒന്നും തന്നെ മോഷണം പോയിട്ടില്ല. അതുകൊണ്ട് മോഷ്ടിക്കാൻ കയറിയ ആള് കുത്തി വീഴ്ത്തി മോഷ്ടിച്ചുകൊണ്ട് പോയി എന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇയാളിപ്പോൾ ആരാണ്, എവിടെ നിന്ന് വന്നു, എന്തിനാണ് കൊല ചെയ്തത് ഒന്നും അറിയാത്തൊരു സാഹചര്യത്തിൽ ഈ വീഡിയോ മാത്രം വിശ്വസിച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കൂടുതൽ തെളിവുകൾ കണ്ടുപിടിക്കണം, ഇവിടെ എന്താണ് സംഭവിച്ചത്, ഇയാൾ എന്തിനെങ്ങനെയൊക്കെ ചെയ്തതെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ എന്നൊക്കെ അജയ് ഭൂമിയോട് പറയാണ് കേട്ടോ. അങ്ങനെ ഭൂമി പറയാണ്, തെളിയിക്കും സാർ, ഞാൻ അധികം വൈകാതെ എന്താ നടന്നതെന്ന് എല്ലാം തെളിയിക്കും, എൻ്റെ അമ്മയെ രക്ഷിക്കുകയും ചെയ്യും എന്നൊക്കെ അജയോട് പറയുന്നുണ്ട്. അങ്ങനെ ഭൂമിക്ക് അതിന് സാധിക്കട്ടെ, ഞാനും ഹെൽപ്പ് ചെയ്യാം, സത്യം കണ്ടെത്താൻ ഞാനും ഭൂമിയുടെ കൂടെ ഉണ്ടാവും എന്നൊക്കെ അജയും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അജയും ഭൂമിയും സത്യദാസും ഉണ്ടാവും ഭൂമിക്ക് ഹെൽപ്പായിട്ട്. ഇവർ 3 പേരും കൂടി ചേർന്ന് ഈ കേസ് അന്വേഷിക്കാൻ പോവാണ്. അപ്പോൾ കൂടെ തന്നെ ഈ സത്യദാസിന് ഭൂമിയോട് സ്വന്തം മോളെ പോലെ ഒരു ഫീല് സത്യദാസിന് നേരത്തെ ഭൂമിയോടുണ്ടല്ലോ. അപ്പോൾ പിന്നെ ഇപ്പോൾ സാഹചര്യം അങ്ങനെയാണ്, ഭൂമിക്ക് അച്ഛനില്ല അമ്മയും ഇല്ല, ഒരു അനാഥ എന്ന് തന്നെ പറയാം. അങ്ങനെ അനാഥയായിട്ടിരിക്കുന്ന ഈ കുട്ടിയെ സ്വന്തം മോളായിട്ട് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകണമെന്ന് ആഗ്രഹിക്കുക, അതിനുവേണ്ടി ഭൂമിയുടെ അമ്മ പുറത്ത് വരരുതെന്ന് ആഗ്രഹിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവോ എന്താണെന്നൊന്നും അറിയില്ല. നമുക്കെല്ലാം വെയിറ്റ് ചെയ്ത് നോക്കാം. താങ്ക് യു, ബൈ.